ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് വീക്കെൻഡായിട്ട് എല്ലാവർക്കും എന്തൊക്കെയായിരുന്നു പരിപാടീസ്? ഞങ്ങൾക്കിന്നിവിടെ രാവിലെ ചായക്ക് വെള്ളപ്പവും മുട്ടക്കറിയായിരുന്നു. ഞാൻ പൊതുവേ കോളേജ് ഡേയ്സിലൊന്നും വെള്ളപ്പം അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കാറില്ല. ഇത്രയും എണ്ണം ചുട്ടെടുത്ത് വരുമ്പോഴത്തേക്കും ഒരു നേരം ആവുമല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല ഏലക്കയിട്ട ചായയും വെള്ളപ്പവും മുട്ടക്കറിയായി രാവിലത്തെ കാര്യം കുശാലായി കഴിഞ്ഞു. ഞാൻ ചായ കുടിക്കുന്ന നേരത്ത് തന്നെ തന്മയ്ക്കും വാരിക്കൊടുത്തു. അങ്ങനെ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കത്തേക്കുള്ളത് നോക്കാൻ. ഉച്ചക്കത്തേക്ക് പരിപ്പും വാഴയ്ക്കയും പച്ചക്കറിയും ചീരത്തോരനും ആക്കാമെന്ന് വെച്ചു. ഇന്നലെ രാത്രി കടയിലേക്ക് ഇറങ്ങിയപ്പം ഒരു കെട്ട് ചീര കണ്ടപ്പോൾ എനിക്കൊരു കൊതി. അങ്ങനെ ചീരയും മേടിച്ചാണ് വന്നത്. അപ്പോൾ പരിപ്പ് കുക്കറിലിട്ടു വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. അന്നേരം കൊണ്ട് വേഗം വാഴക്ക തൊലിയെല്ലാം കളഞ്ഞു അരിഞ്ഞ് വെള്ളത്തിലേക്കിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം പരിപ്പ് വേവുന്ന നേരം കൊണ്ട് ചീര ഉപ്പേരിക്കില്ല, ചീരയെല്ലാം അരിഞ്ഞെടുക്കാമെന്ന് വെച്ചു. എനിക്കുണ്ടല്ലോ ഈ ഉപ്പേരിക്കുള്ള സാധനങ്ങളെല്ലാം അരിയുമ്പോൾ നല്ല കുനുകുനാന്ന് പറഞ്ഞരിഞ്ഞ് കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനതെങ്ങനെ കുനുകുനാന്ന് പറഞ്ഞരിഞ്ഞെടുത്തു. അതെല്ലാം അരിഞ്ഞു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം പിന്നെ അതിൻ്റെ ബാക്കി പണി നോക്കാമെന്ന് കരുതി. അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള വാഴയ്ക്ക ഇട്ടു. പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് വെള്ളം, കുറച്ച് ഉപ്പ് ഒഴിച്ച് കലക്കി നമ്മൾ നേരെ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചു. ഇനി ഇതെല്ലാം കൂടെ അവിടെ ഇരുന്ന് വേവട്ടെ. ഞാൻ പരിപ്പ് കുറച്ച് നേരം അങ്ങ് കുതിർക്കാൻ വെക്കാഞ്ഞത് കൊണ്ട് തന്നെ ഒരു 3-4 വിസിലടിച്ചു. പിന്നെ ഇനിയിപ്പം വാഴയ്ക്കയും ഈ ഐറ്റംസ് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു വിസിലടിക്കാം. അങ്ങനെ അത് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ അതാകുന്ന നേരം കൊണ്ട് നമുക്ക് ചീരത്തോരനുള്ള അരപ്പ് റെഡിയാക്കാമെന്ന് വെച്ചു. ഞാനിവിടെ അരപ്പിനകത്തേക്ക് കുറച്ച് തേങ്ങ, അതിനിടയിൽ കൂടെ നാര് കടന്നതാണ്. അപ്പോൾ കുറച്ച് തേങ്ങ, ഒരു പച്ചമുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ജീരകവും ഇതെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് കിർ 2 ക്രഷ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. ചട്ടി ചൂടായപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പില ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ല, നമ്മൾ കുനുകുനാന്ന് പറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടില്ല നമ്മുടെ ചീര ഇട്ടു. പിന്നെ എന്താ, മൊത്തം ചീരയും ആ ചട്ടിയിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പും അതിനകത്തേക്ക് തട്ടി ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി അടച്ച് മൂടി വെക്കുക. സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം അതവിടെ കിടന്ന് വേവട്ടെ. ചില സമയങ്ങളിൽ ഞാൻ ഈ അരപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഉപ്പിടുക. ഇപ്പം ഞാൻ അരപ്പുണ്ടാക്കുമ്പം ഉപ്പിടാൻ മറന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇലയെല്ലാം ചട്ടിയിലേക്ക് തട്ടിയ സമയത്താട്ടോ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഉപ്പിട്ടു, അരപ്പിട്ടു, എല്ലാം കൂടെ മിക്സ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തട്ടിപ്പൊത്തി വെച്ചു. ഇതവിടെ കിടന്ന് റെഡി ആവുന്ന നേരം കൊണ്ട് തന്നെ എൻ്റെ വാഴയ്ക്കയും പരിപ്പും റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ അതിലേക്ക് ഒഴിക്കാനുള്ള അരപ്പ് റെഡിയാക്കാൻ നോക്കി. അപ്പോൾ അതിനകത്തേക്ക് തേങ്ങ, 2 ചെറിയുള്ളി, ഒരിച്ചിരി കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനകത്തേക്ക് ഒരാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല പേസ്റ്റ് പരുവത്തിലങ്ങ് അരച്ചെടുത്തു. പിന്നെ ഈ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് നമ്മുടെ വെന്ത് വന്നിട്ടുള്ള പരിപ്പും വാഴയ്ക്കതിനകത്തേക്ക് തട്ടി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു, നല്ലപോലെ ഇളക്കി. ഈ സമയത്ത് നമുക്ക് ഉപ്പോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ നോക്കി നല്ലപോലെ ഒന്ന് ഇളക്കി അവിടെ സെറ്റാക്കി വെച്ചു. ഇനി ഇതിനകത്ത് ബാക്കിയുള്ള പരിപാടി താളിക്കലാണല്ലോ. അപ്പോൾ പിന്നെ വേഗം ചട്ടിയെടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് കറിവേപ്പില ഇട്ട് പൊട്ടിച്ച് താളിപ്പിനകത്തേക്ക് ഒഴിച്ചു, ജസ്റ്റ് കലക്കി മിക്സ് ചെയ്തു. എല്ലാ പരിപാടിയും കഴിഞ്ഞാലുണ്ടല്ലോ ഈ കയ്യിലെടുത്തിട്ട് പാത്രത്തിൻ്റെ വക്കിൽ തട്ടുന്ന പരിപാടി എനിക്ക് സ്ഥിരം ഉള്ളതാട്ടോ. ഇതിനൊക്കെ മുന്നേ തന്നെ നമ്മൾ ചോറ് റൈസ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ വെന്തോന്നറിയാൻ വേണ്ടി അത് പോയി നോക്കിയപ്പോഴത്തേക്കും അതെല്ലാം വെന്തു. അങ്ങനെ ചോറായി, കറിയായി, ഉപ്പേരിയായി. പിന്നെ ഒരു ലോഡ് അലക്കാനുണ്ടായിരുന്നു, അതെല്ലാം പോയി അലക്കി. പിന്നെ അത് ഉണക്കിയ സാധനം കൊണ്ട് വിരിച്ചു വിട്ടു. വിരിക്കാൻ നേരത്തേക്ക് എൻ്റെ കൂടെ തന്വിയും കൂട്ടിന് വന്നായിരുന്നു കേട്ടോ. അമ്മേനെ ഹെൽപ്പ് ചെയ്യാനെന്നും പറഞ്ഞ് എല്ലാ പരിപാടിക്കും ആൾ മുന്നിൽ തന്നെ ഉണ്ടാകും. പിന്നെ സൺഡേ ഒക്കെ അല്ലേ, നല്ല വെയിലും കണ്ടപ്പം തന്വീൻ്റെ കിറ്റൊന്ന് കഴുകാമെന്ന് കരുതി. ബാഗിൽ അങ്ങനെ അഴുക്കൊന്നും ഉണ്ടാവാറില്ല. ഇത് പിന്നെ എന്നും ചോറും വെള്ളവും കറിയൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാണാം. അപ്പോൾ പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് കഴുകി വെയിലത്തേക്ക് അങ്ങ് വെച്ചു. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ വെച്ചത് ഉച്ചയ്ക്കാണ്. എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു ഉണങ്ങുമെന്ന്, ബട്ട് ഉണങ്ങി കിട്ടി. പിന്നെ എന്താ, ചോറൊക്കെ കൊടുത്തു. തന്വിക്കുട്ടനെ നൈസായിട്ട് അങ്ങോട്ട് ഉറക്കി. ആൾക്ക് നല്ല ഉറക്കം വന്നതുകൊണ്ട് ചീച്ചിൽ തുടങ്ങിയിരുന്നു. അപ്പോൾ പിന്നെ ആൾ ഉറങ്ങിയ ശേഷം ഞാൻ വന്നു ചോറെടുത്തു. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ചീരത്തോരൻ, നല്ല കട്ടിയുള്ള പച്ചക്കറി, എനിക്കിങ്ങനെ കട്ടിയുള്ള പച്ചക്കറി ആട്ടോ ഇഷ്ടം. പിന്നെ നേരത്തെ കടയിൽ പോയപ്പോൾ നല്ല ബീഫും വാങ്ങിയിരുന്നു, അതും കൂട്ടി ഒരു പിടി. വൈകുന്നേരം പിന്നെ കടയിൽ പോയപ്പം പഴംപൊരി ഉള്ളിയോടെയൊക്കെ വാങ്ങിയിട്ട് തന്നെ അങ്ങനെ അതൊക്കെ കുടിച്ചു. പിന്നെ നാളെ ഇപ്പം ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ നാളത്തേക്ക് കുറച്ച് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇരുന്ന് റെഡിയാക്കി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നാളെ കാണാം. ബായ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.